കെ ആർ ഗോപികൃഷ്ണൻ, ഇന്ന് ശരിക്കും ഈ വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ആസ് ദ മിനിസ്റ്റർ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തു എന്തായിരിക്കും? ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ അത് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു സത്യത്തിൽ ഈ ഡീൽ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ മറ്റ് വിഷയങ്ങൾ കൂടി ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം AK ബാലന്റെ അല്ലെങ്കിൽ A വിജയരാഘവനൊക്കെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന സ്ഥാനാർത്ഥികളാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ ഫീൽഡ് ചെയ്തിരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ 24-മായി സംസാരിക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ ധാർമ്മികമായ ഉത്തരവാദിത്തം അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞത്. അത് ഒരു അർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഒരു അല്പം പ്രതിരോധം സൃഷ്ടിക്കും. കാരണം ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് സർക്കാരിന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം വരും. ഇപ്പോൾ അത് V മുരളീധരനും K മുരളീധരനും ഒക്കെ ഉന്നയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു പിന്നെ ഈ ദേവസ്വം എന്തിനാണ് പിന്നെ ഒരു ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡ് മാത്രം പോരെ എന്നാണ് K മുരളീധരൻ ചോദിച്ചത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസനം, ഇതൊക്കെയാണ്. അതിൽ നിന്ന് വീണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ, വിഷയമാക്കാൻ ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ 24-നോട് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കാരണമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് വരുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ശബ്ദങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം വികസന കാര്യങ്ങൾ കൂടി ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പായി പതിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.